ലോകമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥ് മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാമെന്ന ഈ സൂം പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. വീണ്ടും ഒരാഴ്ച കൂടെ, ഒരു ദിവസം കൂടെ, ഒരു രാത്രി കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ കർത്താവിന്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു എപ്പിസോഡ് കൂടെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് കൂടുന്നത് ഈ പാടിസ്തുതിക്കാം പ്രോഗ്രാമിന്റെ 150-ാമത്തെ എപ്പിസോഡാണ്. 149 എപ്പിസോഡുകൾ വളരെ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ എപ്പിസോഡും നമുക്ക് മാത്രമല്ല ഇനി കേൾക്കാൻ പോകുന്നവർക്കും വളരെ അനുഗ്രഹമാകുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നല്ല കാലാവസ്ഥയും ഇന്റർനെറ്റും എല്ലാ ചുറ്റുപാടുകളും നമുക്ക് ലഭിക്കുന്നത്, അനേകര് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല പിന്നീട് ഓൺലൈനിലും അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് രാത്രിയും കൂടി വന്ന് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹീതമായ ഗാനങ്ങളോട് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ജീവിത അനുഭവങ്ങൾ കേട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കും നന്മയ്ക്കും ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവകൃപ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി എല്ലാ ചുറ്റുപാടുകളും അനുഗ്രഹമാക്കി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഞങ്ങള് ഇന്ന് രാത്രി അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്ന അതുപോലെ സാക്ഷ്യം പറയുന്ന പ്രിയ സഹോദരങ്ങൾക്കായിട്ട് ഞാൻ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ അവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണം. സ്തോത്രം. അനേകർക്ക് പങ്കെടുക്കുവാനും ഇടയാകണം. അനേകരോട് അവിടുത്തെ വചനം സംസാരിപ്പാനും ഇടയാകണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 150-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രോഗ്രാം കടന്നു വന്നിരിക്കുകയാണ്. 149 എപ്പിസോഡുകൾ അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി ഞാൻ അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ അക്സാമോളാണ്. പ്രിയ മകളെയും കർത്തൃനാമത്തിൽ സ്നേഹത്തോടെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ജീവിത അനുഭവങ്ങൾ ദൈവവചനവും അറിയിക്കുന്നത് കർത്താവിന്റെ വിലയേറിയ ദാസൻ ഇവാഞ്ചലിസ്റ്റ് AC ഷാജി അവറുകളാണ്. ഗുജറാത്തിൽ ദമാമിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. പ്രിയ ദാസനെയും തന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ സ്വാഗതം ചെയ്യും. 2 ഗാനങ്ങൾ കേട്ട് മടങ്ങി വരുവാനുള്ള അവസരം നമുക്കുണ്ട്. കർത്താവിന്റെ ദാസൻ N രാജേന്ദ്രൻ തൃശൂർ അവറുകൾ രചിച്ച 2 ഗാനങ്ങളാണ് ഇന്ന് രാത്രി നാം കേൾക്കുന്നത്. പ്രാരംഭമായ ഗാനം അതിരാവിലെ നിൻ തിരുസവിധേ എന്നാരംഭിക്കുന്ന ഒരു ഗാനമാണ്. പ്രിയമകൾ അക്സ ടി സന്തോഷ് അവറുകൾ ആ ഗാനം ആലപിക്കുന്നു. പ്രിയമകളെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. സ്തോത്രയാഗം അർപ്പിക്കുവാൻ അതിരാവിലെ നിൻ തിരുസവിധേ കുന്നുകൾ മലകൾ പർവ്വത നിരയും വർണ്ണി
തോടിനായി കാക്ഷിക്കും പോലെ നാഥ നിൻ സന്നിധിയിൽ ഞാൻ വരുന്നു. മാന്നീർ തോടിനായി കാക്ഷിക്കും പോലെ നാഥ നിൻ സന്നിധിയിൽ ഞാൻ വരുന്നു. ഇന്നപ്പദാഹം തീർക്കുന്ന ഉറവായി ദൈവമേ നീ എന്നും കൂടെയുണ്ട്. അതിരാവിലെ നിൻ തിരുസവിധേ സ്വർഗീയ സൈന്യം നിൻ സ്തുതി പാടും. സൂര്യചന്ദ്രന്മാരും നിന്നെ സ്തുതിക്കും. സ്വർഗീയ സൈന്യം നിൻ സ്തുതി പാടും. സൂര്യചന്ദ്രന്മാരും നിന്നെ സ്തുതിക്കും. ജീവജാലങ്ങൾ ഒന്നായി ചേർന്നു വല്ലഭനെ നിന്നെ നാമിച്ചിടട്ടെ. അതിരാവിലെ നിൻ തിരുസവിധേ നിന്നധരങ്ങൾ നിൻ സ്തുതി പാടും. നിൻ പാദത്തിൽ ഞാൻ വീണിടുമേ. നിന്നധരങ്ങൾ നിൻ സ്തുതി പാടും. നിൻ പാദത്തിൽ ഞാൻ വീണിടുമേ. അനുഗ്രഹത്തിൻ്റെ അധിപനമേശു തൻ കൃപയാൽ എന്നെ വഴി നടത്തും. അതിരാവിലെ നിൻ തിരുസവിധേ അണയുന്നു നാഥ മോദമോടെ ഞാൻ സ്തുതി സ്തോത്രയാഗം അർപ്പിക്കുവാൻ. വളരെ അനുഗ്രഹീതമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം കൂടെ കർത്താവിന്റെ ദാസൻ രചിച്ച, കർത്താവിന്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് എൻ രാജേന്ദ്രൻ തൃശൂർ അവറുകൾ രചിച്ച അനേക ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2 ഗാനങ്ങളാണ് നാം കേൾക്കുന്നത്. നാഥ ഞാൻ നിൻ തിരുനിവാസം, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന്റെ പ്രവൃത്തികളെ സ്തുതിക്കുന്ന, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. അതിനായിട്ട് പ്രിയമകളെ പ്രാർത്ഥനയോട് ക്ഷണിക്കുന്നു. നാഥ ഞാൻ നിൻ തിരുനിവാസം എന്ന് തുടങ്ങുന്ന ഗാനം. നാഥ ഞാൻ നിൻ തിരുനിവാസം ഓർക്കുന്ന നേരം
പോയാലും ഈ ഊഴിയിലെൻ മിത്രങ്ങളും ശത്രുവായാലും ഉറ്റോർ സ്നേഹം അറ്റുപോയാലും ഈ ഊഴിയിലെൻ മിത്രങ്ങളും ശത്രുവായാലും മാതാപിതാ ബന്ധുമിത്രം മറന്നിടേലും മറന്നിടാത്ത മാതാപിതാ ബന്ധുമിത്രം മറന്നിടേലും മറന്നിടാത്ത മൽപ്രിയനേ നിന്റെ സ്നേഹം ഇന്നുമെന്നും ഓർത്തിടും ഞാൻ നാഥ ഞാൻ നിൻ തിരുനിവാസം ഓർക്കുന്ന നേരം നന്ദിയോടെ നിന്നെ വാഴ്ത്തിടും. താങ്ക് യു ഹക്സാമോൾ. വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ ഇന്ന് രാത്രിയിലും കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ചും മഹത്വത്തെയും വർണ്ണിക്കുന്ന അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ പ്രിയമകളോട് നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ഏതാണ്ട് 27 വർഷം മുമ്പ് നമ്മുടെ ആലപ്പുഴ എഴുവന്നയിൽ നിന്ന് ഗുജറാത്തിലേക്ക് ചേക്കേറി കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു ചെന്ന് ഈ 27 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് ഇവാഞ്ചലിസ്റ്റ് AC ഷാജി അവറുകൾ. അവിടെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകളുമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അടിക്കടി നേരിട്ട സന്ദർഭങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും തന്റെ ഭാര്യയുടെ പ്രയാസങ്ങള്, രോഗങ്ങള്, ഒരുപക്ഷെ നാം അതൊക്കെ കേൾക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ ഒക്കെ മധ്യത്തിൽ സൗഖ്യദായകനായ ഒരു കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിനും സുവിശേഷത്തിന് 1-ാം സ്ഥാനം നൽകി അത് തന്നാലാവോളം അത് അവിടെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ. അവിടെയുള്ള സഭയോട് ചേർന്നും ഗ്രാമങ്ങളിലും കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ നമുക്ക് കിട്ടിയത്, നമ്മളോട് ചേർന്ന് തന്റെ ജീവിത അനുഭവങ്ങൾ പറയാൻ ലഭിച്ചത് വളരെ സന്തോഷത്തോടെ ഒരനുഭവമായി തന്നെ അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇനിയുള്ള സമയം കർത്താവിന്റെ ദാസൻ തന്റെ ജീവിത അനുഭവങ്ങളും പ്രവർത്തന മേഖലയെക്കുറിച്ചും മിഷൻ ഫീൽഡിനെ കുറിച്ചും തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും മറ്റും അറിയിക്കുകയും ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ചെറിയ ദൂത് അതും കേട്ട സന്തോഷത്തോടെ നമുക്ക് മടങ്ങി വരാം. എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കർത്താവിന്റെ ദാസനെ ഈ സമയം ഉപയോഗിക്കാനായിട്ട് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ നിലയില് ഈ കാൽവറി നാഥം പ്രോഗ്രാമിലൂടെ എല്ലാവരെയും പരിചയപ്പെടുവാൻ, ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം അനുവദിച്ചു തന്ന ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് ഈ ഒരു അവസരം ഒരുക്കി തന്ന കാൽവറി നാഥം മിനിസ്ട്രിയോടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. വിശേഷാല പ്രിയ സന്തോഷ ബ്രദറിനോടുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ നന്ദി ആദ്യം അറിയിക്കുന്നു. ഈ നിലയിൽ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയതായിരിക്കുന്ന അനുഭവങ്ങൾ ചുരുക്കമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ദൈവം ഒരു അവസരം ഒരുക്കിയതോർത്ത് ദൈവത്തെ വളരെയധികം സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ ജനനം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതൃസഭ എഴുപുന്ന സഭയാണ് എന്ന് ഓർപ്പിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഈ സ്ഥലത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ആലപ്പുഴ ജില്ലയില് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കള് അവര് കത്തോലിക്കരായിരുന്നു.
വളരെ അധികം പള്ളി ഭക്തിയോടെ ജീവിക്കുന്ന മാതാപിതാക്കളായിരുന്നു എൻ്റെ മാതാപിതാക്കള്. ഞങ്ങൾ 4 മക്കളാണ്. അതില് രണ്ടാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മൂത്തത് ഒരു സഹോദരി, എൻ്റെ ഇളയത് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നത് ഞാനാണ്. ഞങ്ങളുടെ ദേശത്തു നിന്ന് തന്നെ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നത് ഞാനാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തില് കാര്യങ്ങൾ പറഞ്ഞാൽ, കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച നാട്ടിൽ എൻ്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ വളരെ ദാരിദ്ര്യം പിടിച്ചതായിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് വളരുവാനായിട്ടിടയായി തീർന്നത്. ആലപ്പുഴ ജില്ല പൊതുവെ അറിയാവുന്നതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സ്ഥലമാണ്. എൻ്റെ പിതാവിൻ്റെയും തൊഴില് മത്സ്യബന്ധനമായിരുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു. വളരെ ദാരിദ്ര്യം പിടിച്ച ആ അവസ്ഥയിൽ വളർന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ മൂത്ത സഹോദരി ഗവൺമെന്റ് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം പിന്നീട് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുക്ക് വാങ്ങിക്കാനായിട്ടുള്ളതായിരിക്കുന്ന പൈസ ഇല്ല എന്ന കാരണത്താൽ എൻ്റെ മൂത്ത പെങ്ങളുടെ പഠനം അവിടെ വെച്ച് നിർത്തുവാനായിട്ടിടയായി. രണ്ടാമത്തത് ഒരു ആൺമകൻ എന്നുള്ള നിലയിൽ എന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ 4ാം ക്ലാസ് വരെ ഞങ്ങളുടെ ആ ഗ്രാമത്തിലുള്ളതായിരിക്കുന്ന മനക്കോടം എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ഗവൺമെന്റ് LP സ്കൂളിൽ പഠിക്കാനായിട്ടിടയായി. അതിനുശേഷം മുന്നോട്ട് പഠിപ്പിക്കാനായിട്ട് അവിടെ ഗവൺമെന്റ് സ്കൂളില്ല, പ്രൈവറ്റ് ഏതെങ്കിലും സ്കൂളിൽ തന്നെ വിടണം. എന്നാൽ അതിനുള്ളതായിരിക്കുന്ന വരുമാനം ഇല്ലാതിരുന്നു. അതുകൊണ്ട് എൻ്റെ മാതാവ് പള്ളിയില് ഇടവക പള്ളിയില് അച്ഛനോട് പോയി കാര്യങ്ങൾ പറഞ്ഞു. വളരെ വിഷമത്തോടെ എങ്ങനെയെങ്കിലും മകനെയെങ്കിലും പഠിപ്പിക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹം പങ്കുവെക്കുകയും അങ്ങനെ വികാരി അച്ഛന് എൻ്റെ അമ്മയ്ക്ക് ആളുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തിട്ട് കൊച്ചിയില് പള്ളൂരുത്തിയിലുള്ളതായിരിക്കുന്ന കത്തോലിക്ക സഭ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ അച്ഛന്മാര് നടത്തുന്ന പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ, ബോയ്സിനെ നിർത്തി പഠിപ്പിക്കുന്ന ഒരു ബോയ്സ് ഹോം, പൂർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ബോയ്സ് ഹോമില് എന്നെ നിർത്തി പഠിപ്പിക്കാനായിട്ട് ഒരു ലെറ്ററും കൊടുത്ത് എന്നെയും എൻ്റെ മാതാവിനെയും കൂടി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ 5ാം ക്ലാസ്സിലേക്ക് ഉള്ള റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ എഴുത്തുമായിട്ട് പള്ളൂരുത്തിയിലുള്ളതായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ ചെല്ലുകയും അവിടെ അച്ഛൻ അത് വായിച്ചു നോക്കി എന്നെ അവിടെ എടുക്കുവാനായിട്ടിടയായി. അങ്ങനെ 5ാം ക്ലാസ് മുതൽ തുടർന്നുള്ള പഠനം ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. അച്ഛന്മാരുടെ ശിക്ഷണത്തില് അവിടെ നിന്ന് പഠിക്കാനായിട്ടിടയായി. എൻ്റെ മാതാവിന്റെ വലിയ ആഗ്രഹം എന്നെ പഠിപ്പിച്ച് ഒരു പള്ളിയിലെ പുരോഹിതനാക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടെയും അത് എന്നോട് കൂടെ പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് എന്നെ അവിടെ കൊണ്ടുപോയി ആക്കുവാനായിട്ടിടയായത്. എന്നാൽ 5 വർഷമാണ് ഞാൻ അവിടെ നിന്ന് പഠിക്കാനായിട്ടിടയായത്. അവിടെ നിന്ന് പഠിച്ച സമയത്ത് എന്നിലുള്ളതായിരിക്കുന്ന ദൈവവിശ്വാസം നഷ്ടപ്പെടുവാനായിട്ടിടയായി. കാരണം അവിടുത്തെ സാഹചര്യങ്ങളിലും അവിടെ ഉള്ളതായിരിക്കുന്ന പുരോഹിതന്മാരുടെ ജീവിതവും ശിക്ഷണവും അവരുടെ പലവിധത്തിലുള്ളതായിരിക്കുന്ന മർദ്ദന മുറകളുമൊക്കെ ബാല്യത്തിലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ വളരെ കയ്പായി തീരുകയും അങ്ങനെ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളോടും അതുപോലെ ദൈവിക കാര്യങ്ങളോടും ഒരു വെറുപ്പ് എന്നിൽ ഉണ്ടാകുവാനായിട്ടിടയായി. അങ്ങനെ ദൈവം എന്ന് പറയുന്നതില്ല, ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ഇവരെ ഒന്നും എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല എന്നുള്ള ചിന്തയാണ് ആ പ്രായത്തില് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഞാൻ 5 വർഷം വളരെ വിഷമത്തോടെ അവിടെ ജീവിക്കാനായിട്ടിടയായി. എങ്കിലും അവിടെ നിന്ന് അവസാനം പഠനം ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലേക്ക് തിരികെ വീട്ടിലേക്ക് വരുവാനായിട്ടിടയായി. വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ വീട് വളരെ ദരിദ്രമായിരിക്കുന്ന അവസ്ഥയിൽ ഇതിനിടയിൽ എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹം നടക്കുവാനായിട്ടിടയായി. അപ്പോൾ വീട്ടിൽ ഏറ്റവും സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കവും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് മുന്നോട്ട് പഠിക്കാനായിട്ട് ഉള്ളതായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിതാവിനെ മത്സ്യബന്ധനത്തില് പിതാവിനെ സഹായിക്കുവാനായിട്ട് കുറച്ചു നാള് എൻ്റെ പിതാവിന്റെ കൂട്ടത്തില് ഞാൻ മത്സ്യബന്ധനത്തില് ആ ജോലിയിൽ ഏർപ്പെടുവാനായിട്ടിടയായി. എന്നാൽ പലപ്പോഴും എൻ്റെ പിതാവിന്റെ കൂട്ടത്തിൽ മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് മത്സ്യബന്ധനത്തിന് പോയാൽ പകല് ഉച്ചയ്ക്ക് 2 മണി 3 മണി വരെയൊക്കെ അധ്വാനിച്ചാലും ചിലപ്പോഴൊന്നും കിട്ടാതെ വെറും കൈയോടെ മടങ്ങി വരുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തൊഴില് ഒരു തൊഴിലായി സ്വീകരിക്കുവാനായിട്ട് ഞാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന
ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എന്നാൽ വീട്ടിലെ സാഹചര്യം വളരെ പരിതാപകരമായിരുന്നു. എൻ്റെ പെങ്ങള് പ്രസവത്തിനായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു. ആ അവസ്ഥയിൽ വീട്ടില് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിയിലുള്ളതായിരിക്കുന്ന ഒരു ഹോട്ടലില് പാത്രം കഴുകുന്ന ജോലിക്കായിട്ട് പോകാനായിട്ടിടയായി. അങ്ങനെ കുറച്ചുനാള് ഹോട്ടലില് ജോലി ചെയ്യാനായിട്ടിടയായി. 5 രൂപയായിരുന്നു ദിവസ വരുമാനം. രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്താൽ 5 രൂപ കിട്ടും. ആ 5 രൂപ കൂലിക്ക് അവിടെ 2-3 മാസം അവിടെ ഹോട്ടലില് ജോലി ചെയ്തു. അതിനുശേഷം ചിന്തിച്ചു ഇതുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്ന ഉള്ള ചിന്ത കടന്നു വരികയും അത് ഉപേക്ഷിച്ച് തിരികെ വീട്ടിൽ വന്നു. പെങ്ങളുടെ പ്രസവമൊക്കെ കഴിഞ്ഞു, ആ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞു. എൻ്റെ ആ ജോലി 2-3 മാസം 3-4 മാസത്തോളം ഞാൻ ആ ജോലി ചെയ്തത് വീട്ടുകാർക്ക് വലിയ ഒരു ഉപകാരമായി തീരുവാനായിട്ടൊക്കെ ഇടയായി. എന്നാൽ ഞാൻ മടങ്ങി വന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴില് പഠിക്കണം. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്ന വെൽഡിങ് വർക്ക് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ പിതാവ് തന്നെ പോയി സംസാരിച്ചൊരു വർക്ക്ഷോപ്പില് എന്നെ കൊണ്ട് ചേർക്കുവാനും അവിടെ നിന്ന് ഞാൻ വെൽഡിങ് വർക്കുകളൊക്കെ പഠിക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ വെൽഡിങ്ങിന്റെ ജോലിയൊക്കെ പഠിച്ചതിന് ശേഷം 89-ല് എൻ്റെ ഒരു അങ്കിള് മുഖാന്തരം ഞാൻ ബോംബെയിലേക്ക് വരുവാനായിട്ടിടയായി. ബോംബെയിൽ അങ്കിളിന്റെ അനിയൻ ബോംബെയില് ടാറ്റ ഓയിൽ മിൽസില് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. താൻ മുഖാന്തരം അവിടെ എനിക്കൊരു ജോലി ലഭിക്കാനായിട്ടിടയായി. പൈപ്പ് ലൈൻ വെൽഡറായിട്ടാണ് ഞാൻ അവിടെ ജോലിക്ക് കയറിയത്. എന്നാൽ അങ്കിളിന്റെ അനിയന്റെ മദ്യപാനവും തൻ്റെതായിരിക്കുന്ന വഴിവിട്ട ജീവിതവും മുഖാന്തരം ബോംബെയിൽ അധിക നാള് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഗുജറാത്തിലെ സൂരത്തില് അടുത്ത ഹജീറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാനും അങ്കിളും കൂടി ഒരു രാത്രിയിൽ വണ്ടി കയറി അങ്ങോട്ടേക്ക് വരികയും അവിടെ റിലയൻസ് പെട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ അവിടെ പൈപ്പ് ലൈൻ വെൽഡറായിട്ട് അവിടെ ജോലിക്ക് കയറുകയും ചെയ്തു. ഗുജറാത്തിലേക്ക് വന്ന സമയം മുതൽ ഞാൻ വീടുമായിട്ടുള്ള ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിലേക്ക് എഴുത്തെഴുതുന്നത് നിർത്തി. വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലായി തീർന്നു. അങ്ങനെ ഞാൻ 92 വരെ ഗുജറാത്തിലെ ഹജിറയിലെ റിലയൻസില് ജോലി ചെയ്തു. എന്നാൽ വീടുമായിട്ടോ നാടുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയില് കിട്ടുന്ന പൈസ കൂട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു, അവരുമായിട്ട് ആ പൈസ മുഴുവൻ ചിലവാക്കി തീർക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം. എൻ്റെ വീട്ടിലെ എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ അവർ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. യാദൃശികമായിട്ട് ഞാൻ താമസിച്ച റൂമിനടുത്ത് താമസത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുകയും ഞാൻ നാടുമായിട്ട് ബന്ധമില്ല എന്നറിയുകയും അദ്ദേഹം എൻ്റെ വീട്ടിലെ അഡ്രസ്സ് വാങ്ങിയിട്ട് ഒരു ലെറ്റർ എൻ്റെ പേരിലെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ജീവനോടെ ഉണ്ട് എന്നുള്ളത് നാട്ടിൽ അറിയുവാനായിട്ടിടയായി. നാട്ടുകാരും എല്ലാവരും ചിന്തിച്ചിരുന്നത് ഞാൻ ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. കാരണം 92 അവസാനം വരെ ഞാൻ 89 ഡിസംബർ മുതൽ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അത് പലരും ബോംബെയിലൊക്കെ വന്ന് പലരും അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും എന്നെക്കുറിച്ച് വിവരമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നാട്ടിലെല്ലാം ഞാൻ ജീവനോടെ ഇല്ല എന്നുള്ളൊരു കിംവദന്തിയാണ് നാടിലെല്ലാം പരക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ 92-ല് എൻ്റെ മാതാപിതാക്കൾ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയുകയും അവരെ ടെലഗ്രാം അയക്കുകയും അവര് നാട്ടിലേക്ക് ഉടൻ തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞ് എനിക്ക് വളരെ ടെലഗ്രാംസും അതുപോലെ മണി ഓർഡറും ഒക്കെ അയക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ എൻ്റെ ജോലി ചെയ്തിരുന്ന കോൺട്രാക്ടർ അദ്ദേഹം എന്നെ ടിക്കറ്റ് എടുത്ത് എന്നെ ട്രെയിനിൽ ഇരുത്തി നാട്ടിലേക്ക് മടക്കി അയക്കുവാനായിട്ടിടയായി. നാട്ടിൽ അങ്ങനെ 92-ല് ഞാൻ നാട്ടിൽ മടങ്ങി വരികയും നാട്ടില് എൻ്റെ മാതാപിതാക്കള് എന്നെ കണ്ടതോടെ നാട്ടുകാർക്കും മാതാപിതാക്കൾക്കൊക്കെ വളരെ സന്തോഷമായി. ഇനി നാട് വിട്ടെങ്ങും പോകണ്ട എന്ന് പറഞ്ഞ് അവർ നാട്ടിൽ തന്നെ നിർബന്ധിച്ച് നിർത്തുകയും തുടർന്ന് ഞാൻ പള്ളൂരുത്തിയിലുള്ളതായിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പില് വെൽഡിങ് വർക്കിനായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ഞാൻ മറ്റാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഞാൻ എൻ്റെതായിരിക്കുന്ന വഴികളിൽ ജീവിക്കായിരുന്നു. എൻ്റെ മാതാവ് എന്നെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാതായ സമയം മുതൽ വളരെയധികം പള്ളിയിൽ പ്രാർത്ഥനയും അതുപോലെ പോട്ട ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനവും പ്രാർത്ഥനയും എങ്ങനെയെങ്കിലും ജീവനോടെ എന്നെ മടക്കി വരുത്തണമെന്നുള്ള പ്രാർത്ഥനയുമായിട്ട് എവിടെയെല്ലാം പ്രാർത്ഥനയുണ്ടോ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ മാതാവ് ആയിരുന്നു. എന്നാൽ ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ മടങ്ങി വന്നതിന് ശേഷവും ഞാൻ ആത്മീയമായോ ദൈവികമായ കാര്യങ്ങളിലോ ഒന്നും താല്പര്യമില്ലാതെ പള്ളിയിലും ഒന്നും പോകാതെ
ഞാൻ തന്നിഷ്ടക്കാരനായിട്ട് കൂട്ടും കൂടി നടക്കുന്നതിൽ വീട്ടുകാർക്ക് വലിയ വിഷമമുണ്ടായി. എന്നാലും വീട്ടുകാരും പള്ളിയിലെ പ്രിയപ്പെട്ടവരും ഒക്കെ ചേർന്ന് എന്നെ പോട്ട ആശ്രമത്തിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുപോകാനായിട്ട് ഇടയായി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, പോട്ട ആശ്രമത്തില് ധ്യാനത്തിന് പോയാല് അവിടെ മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ ഇവന് ദൈവ വഴിയിലേക്ക് വരും എന്നുള്ള ചിന്തയിലാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. എന്നാൽ ആദ്യം എനിക്കത് താല്പര്യമില്ലായിരുന്നു. നിർബന്ധപൂർവം അവിടെ എന്നെ കൊണ്ടുപോകാനായിട്ട് ഇടയായി. അവിടെ വെച്ച് ഞാൻ കേട്ടതായിരിക്കുന്ന ഇരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കത്തോലിക്ക POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനത്രേ. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും വരുന്ന ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് POC ബൈബിളിലെ ആ വാക്യം. ആ വാക്യം കേട്ടപ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് ശുഭകരമായിരിക്കുന്ന ഒരു ഭാവിയും പ്രത്യാശയും തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടോ എന്നുള്ളതായിരിക്കുന്ന ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെ തുടർന്നാണ് ബൈബിൾ വായിക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എന്നാൽ എൻ്റെ വീട്ടില് പുതിയ നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ മടങ്ങി വന്ന ഞാൻ പുതിയ നിയമം എടുത്ത് വായിക്കാനായിട്ട് ആരംഭിച്ചു. ആ പുതിയ നിയമം വായന എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിക്കാനായിട്ടിടയായി. കാരണം ഞാൻ അച്ഛന്മാരുടെ കൂടെ നിന്നപ്പോൾ ഇങ്ങനെ കണ്ടതുമായിരിക്കുന്ന കാര്യങ്ങളോ ഞാൻ ചെയ്തു വന്നതായിരിക്കുന്ന കാര്യങ്ങളോ ആയിരുന്നില്ല ബൈബിളിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടിടയായി. അതോടുകൂടെ ഞാൻ പുതിയ നിയമം മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു. തുടർന്ന് എനിക്ക് പഴയ നിയമം കൂടി വായിക്കണം എന്നുള്ളതായിരിക്കുന്ന അതിയായ ആഗ്രഹം ഉണ്ടാകുകയും അത് ഞാൻ പള്ളിയിലെ വികാരി അച്ഛനോട് പറഞ്ഞു. എന്നാൽ വികാരി അച്ഛൻ പറഞ്ഞു, എൻ്റെ കയ്യിലെ ബൈബിൾ ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞ് അടുത്തുള്ള കോൺവെന്റിൽ അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. കോൺവെന്റിൽ ചെന്ന് കന്യാസ്ത്രീമാരെ കണ്ട് അവിടുത്തെ മദറിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വേണം. എന്നാൽ എൻ്റെ വീടിന്റെ അടുത്തുള്ള മദർ തെരേസയുടെ ചാരിറ്റി അവരുടെ ഒരു കോൺവെന്റ് ആണുള്ളത്. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെയും ബൈബിൾ ഇല്ല. ഞാൻ മറ്റൊരു മഠത്തിൽ പോയി, വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരത്തുള്ള വേറൊരു മഠത്തിൽ പോയി അവിടെയുള്ള കന്യാസ്ത്രീമാരോട് അന്വേഷിച്ചു. അപ്പോൾ അവിടെ മദർ പറഞ്ഞു, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ വേണമെങ്കിൽ നിനക്ക് തരാം, നിനക്ക് അത്രയും ആഗ്രഹമാണെങ്കിൽ നീ അത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് മദർ ആ ബൈബിള്, താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിള് എനിക്ക് തരുവാനായിട്ടിടയായി. അങ്ങനെ ഒരു POCയുടെ ഫുള്ളായിട്ടുള്ള സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്ന ഫുള്ളായിട്ടുള്ള ബൈബിള് എനിക്ക് തരികയും ഞാൻ വീട്ടിൽ വന്ന് ഉൽപ്പത്തി മുതൽ മുഴുവൻ ബൈബിളും ഞാൻ വായിച്ച് തീർക്കാനായിട്ടിടയായി. അതോടുകൂടി ഞാൻ മനസ്സിലാക്കിയ ഒരു ദൈവമല്ല ബൈബിളിലുള്ളത്. എൻ്റെ പാരമ്പര്യമായി എൻ്റെ മാതാപിതാക്കളും അതുപോലെ ഞാൻ ജീവിച്ച ആ സാഹചര്യങ്ങളിൽ അവിടെയുള്ള അച്ഛന്മാരും അവര് പഠിപ്പിച്ചതും അല്ല ബൈബിളിൽ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടാകുകയും ഞാൻ തിരികെ കോട്ട ധ്യാനകേന്ദ്രത്തിൽ പോയി അവിടെയുള്ള അച്ഛന്മാരുമായിട്ട് ഈ കാര്യം സംസാരിച്ചു. തുടർന്ന് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ജോർജ് പനക്കലും ആയിട്ട് ഞാൻ സംസാരിക്കാനായിട്ടിടയായി. അദ്ദേഹം എനിക്ക് വളരെയധികം ഉപദേശങ്ങൾ തന്നു. എന്നിട്ട് പറഞ്ഞു, നീ തുടർന്ന് നിന്റെ ഇടവകയിൽ തന്നെ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കണം, എന്നിട്ട് ബൈബിൾ വായിക്കണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനും തുടർന്ന് ആ ധ്യാന കേന്ദ്രത്തിലെ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി തരുവാനും കൂടെ അവിടെ ചെല്ലുവാനായിട്ടും ഒക്കെ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ധ്യാന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തുടർന്ന് ഒരു ആത്മീയ രംഗത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ സ്വന്തം ഇടവകയില് മണക്കോടം സെന്റ് ജോർജ് ഫെറോന പള്ളി ഇടവകയാണ് എൻ്റെ ഇടവക. ആ ഇടവക പള്ളിയില് സ്വന്തമായി കരസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് അധികം ചെറുപ്പക്കാരെ കൂട്ടി ഒരു വലിയ ഒരു കരസ്മാറ്റിക് ഗ്രൂപ്പായിട്ട് അത് വളരുകയും അത് ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല മറ്റ് ഇടവകകളിലും അത് പ്രസിദ്ധമായി തീരുകയും അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ കരസ്മാറ്റിക് ധ്യാനത്തോട് ബന്ധപ്പെട്ട ബൈബിളിലെ വാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് ഒരു ശീലമായി. അങ്ങനെ ബൈബിളിലെ വാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കുകയും പല പ്രാവശ്യം ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ ഹൃദയത്തെ അതിയായി ഭരിപ്പാനായിട്ടിടയായി. ആ കുറ്റബോധത്തിൽ നിന്ന് ഞാൻ അച്ഛന്മാരോട്, പള്ളിയിലെ ഇടവക അച്ഛനോട് പല പ്രാവശ്യം ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോഴും വ്യക്തമായ ഒരു മറുപടി
വികാരി അച്ഛൻ എന്നോട് പറഞ്ഞില്ല. വികാരി അച്ഛന് ആ സമയങ്ങളിൽ ഞാനും എൻ്റെ കൂടെയുള്ള ടീമംഗങ്ങൾ ഒരുമിച്ച് എന്നിട്ടാണ് ഞങ്ങൾ അച്ഛനോട് ഈ കാര്യം ചോദിക്കുന്നത്. ബൈബിളിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം, ബൈബിള് അധികം വായിച്ചാല് പലരും സഭ വിട്ടു പോകുന്ന അതുകൊണ്ടാണ്. അതുകൊണ്ട് ബൈബിള് മാത്രം വായിച്ചാൽ പോരാ, ബൈബിള് വായിക്കണം. ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്, എന്നാൽ ബൈബിൾ മുഴുവനായിട്ട് ദൈവത്തിന്റെ വചനമല്ല. അതുകൊണ്ട് ബൈബിള് മാത്രമല്ല, തിരുസഭയുടെ കൽപ്പനകളുണ്ട്, അതും നീ പഠിക്കണം. തിരുസഭയുടെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വേണം ബൈബിൾ വായിക്കാനായിട്ട്. അതിനുള്ള ബൈബിൾ വായിക്കാനും വ്യാഖ്യാനിക്കാനുള്ള പൂർണ്ണ അധികാരം അച്ഛന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുവാനായിട്ടിടയായി. എന്നാൽ എനിക്ക് അതിനോട് യോജിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ശരിയായ മാർഗം ആരും എനിക്ക് പറഞ്ഞു തന്നില്ല. ഞങ്ങളുടെ ദേശത്ത് കത്തോലിക്കരും ഹിന്ദുക്കളും മാത്രമേ ഉള്ളൂ, മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോൾ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന വാക്യം ഞാൻ വായിച്ചു. ഞാൻ ആ വാക്യം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, നിന്റെ വചനത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് സത്യം അറിയണം. അത് സത്യം നിന്നെ സ്വതന്ത്രനാക്കും എന്ന് പറയുന്നത് പോലെ ആ സത്യത്താൽ എനിക്ക് വാസ്തവത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കണം. ഇപ്പോൾ എന്റെ ഹൃദയം കുറ്റബോധം കൊണ്ട് നിറയുകയാണ് എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥന ഞാൻ ആരംഭിച്ചു. യാദൃശികമായിട്ട് എൻ്റെ മാതാവിന്റെ പിതാവ് രോഗാവസ്ഥയിലായിട്ട് കിടപ്പിലായി. എൻ്റെ മാതാവിന്റെ വീട് എഴുപുന്നയിലാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കാണാനായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ടിടയായി. അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് എനിക്കൊരു പുസ്തകം കിട്ടുവാനായിട്ടിടയായി. അവിടെ ഞാൻ ചെന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ ബുക്ക്ലേറ്റ് കിടക്കുന്നത് കണ്ടു. ഞാൻ ആ ബുക്ക്ലേറ്റ് എടുത്ത് അവിടെ ഞാൻ ചോദിച്ചു, ഈ ബുക്ക്ലേറ്റ് ഇവിടെ മുറ്റത്ത് കിടക്കുന്ന കണ്ടു, ഇത് എന്തുവാണെന്ന് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, അതിവിടെ ഏതോ പെന്തക്കോസ് ഗ്രൂപ്പ് വന്നായിരുന്നു, അവരോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിട്ട് പോയതാണ്, അത് നമുക്ക് വായിക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കീറിക്കളഞ്ഞേക്കാൻ എന്നോട് പറഞ്ഞു. എന്നാൽ ഞാൻ അത് കീറിക്കളഞ്ഞില്ല. ഞാൻ അത് ചുരുട്ടി കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് തിരികെ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അത് മുഴുവനായിട്ട് വായിപ്പാനായിട്ടിടയായി. ഞാൻ ആ ബുക്ക്ലെറ്റ്സ് മുഴുവനായിട്ട് വായിച്ചപ്പോൾ എനിക്ക് ബൈബിളിൽ വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന അനേക സംശയങ്ങൾ എനിക്ക് അതിൽ നിന്ന് എനിക്ക് ഉത്തരം ലഭിക്കാനായിട്ടിടയായി. ഞാൻ POC ബൈബിൾ എടുത്ത് വെച്ച് അവിടെ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കാനായിട്ടിടയായി. അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടു. അതില് വിഗ്രഹാരാധന, അതുപോലെ കുംഭസാരം, അതുപോലെ കുർബാന, അതുപോലെ മാതാവിനോടുള്ള വണക്കം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഓരോ സബ്ജക്റ്റും അതിൻ്റെ അകത്ത് ഒന്നൊന്നായിട്ട് വിശദീകരിച്ചിരിക്കുന്നത് എനിക്ക് കാണാനായിട്ടിടയായി. അതെല്ലാം ബൈബിളിലെ വാക്യങ്ങൾ എടുത്ത് പരിശോധിച്ച് എനിക്ക് ബോധ്യം വരുവാനായിട്ടിടയായി. അതോടുകൂടി ഞാൻ അതിന്റെ പിന്നിലുണ്ടായിരുന്ന അഡ്രസ്സ് പ്രകാരം ഞാൻ ഒരു ലെറ്റർ അയച്ചു. എനിക്കിങ്ങനെ ഒരു ബുക്ക്ലെറ്റ്സ് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ അയച്ചു. ആ അഡ്രസ്സ് എഴുപുന്ന സഭയിലെ സുവിശേഷകനായിരുന്ന MC രാജു സഹോദരന്റെ അഡ്രസ്സായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ആണ് ആ ലെറ്റർ അയച്ചത്. അദ്ദേഹത്തിന് ആ ലെറ്റർ ലഭിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ എനിക്ക് തിരികെ മറുപടി അയച്ചു, സഹോദരനെ നേരിൽ കാണാനായിട്ട് ആഗ്രഹമുണ്ട്, നേരിൽ കണ്ടാൽ ഉള്ള സംശയങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് തിരുവചന അടിസ്ഥാനത്തിൽ മറുപടി തരാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് മറുപടി അയക്കുകയും വീട്ടിലേക്ക് വരാനുള്ള വഴി എഴുതി അറിയിച്ചാൽ വീട്ടിൽ വന്ന് ഞങ്ങൾ കാണാം എന്ന് പറഞ്ഞ് താൻ എനിക്ക് ലെറ്ററും അതോടൊപ്പം വേറെ KA ഫിലിപ്പ് സാർ എഴുതിയ ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ മനുഷ്യ ഹൃദയം എന്ന് പറയുന്ന ബുക്ക്ലെറ്റ്സും കൂടി താനെ പോസ്റ്റലായിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ അത് വായിക്കുകയും തുടർന്ന് ചില മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തനിക്ക് കത്തെഴുതാനായിട്ട് ഇടയായത്. അങ്ങനെ താൻ എൻ്റെ ഭവനത്തിൽ വരികയും എന്നോട് സുവിശേഷം പറയുവാനായിട്ടും ഇടയായി. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം താൻ എന്നോട് പറഞ്ഞു. എന്നാൽ താൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവിന് ഇതിലെന്തോ പന്തികേടുണ്ട്, ഇത് വേറെ ഏതോ സഭയാണ് എന്ന് തോന്നുകയും പിതാവ് താനുമായിട്ട് തർക്കിക്കുകയും പിതാവും അതുപോലെ എൻ്റെ പിതാവിന്റെ ഇളയ സഹോദരൻ താനും ഒരുമിച്ച് താനുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാൽ താൻ വളരെ സൗമ്യതയോടെ രാജസൂരന് അവരോട് പറഞ്ഞു, ഞാൻ ഒരു സഭയെക്കുറിച്ചും പറയാനല്ല വന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനാണ് വന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, അത് വിശ്വസിക്കുന്ന ആർക്കും ആത്മരക്ഷ ലഭിക്കും എന്ന് താൻ പറഞ്ഞു. എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടാണ് ഇദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നത്, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്ന ഒരാളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ശരിയല്ല എന്ന് ഞാൻ അപ്പച്ചനോട് പറയുകയും
തുടർന്ന് അപ്പച്ചനൊന്നും പറഞ്ഞില്ല. തുടർന്ന് രാജേശ്വരൻ പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ഷാജിക്ക് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എഴുപുന്നയില് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് ആരാധന യോഗമുണ്ട്, അപ്പോൾ കടന്നു വന്നാൽ സന്തോഷമായിരിക്കും എന്ന് പറയുവാനായിട്ടിടെ. താൻ എൻ്റെ വീട്ടിൽ വരുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. ആ ഞായറാഴ്ച തന്നെ ഞാൻ അവിടെ കടന്നു പോകാനായിട്ടും അവിടെ ആരാധനയിൽ സംബന്ധിപ്പാനായിട്ടിടയായി. ആരാധനയിലെ എൻ്റെ ഹൃദയത്തെ വളരെയധികം കോരിത്തെരിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായത്. അവിടെ ഞാൻ ഏറ്റവും പുറയിലാണ് പോയിരുന്നത്. എന്നാൽ ഓരോ സഹോദരന്മാരും സ്തോത്രം ചെയ്യുമ്പോൾ അവര് കർത്താവിന്റെ മരണത്തെ കുറിച്ച് പറയുന്നതും ആ മരണം നിമിത്തം അവർക്ക് വ്യക്തിപരമായി ഉണ്ട അനുഭവങ്ങൾ, അവരെ കർത്താവ് എങ്ങനെ എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നൊക്കെ വർണ്ണിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അത് വളരെ പുതിയൊരു അനുഭവവും വളരെയധികം എൻ്റെ ഹൃദയത്തെ അത് സ്പർശിക്കാനായിട്ടിടയായി. അതോടുകൂടി ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ടിടയായി. എന്നാൽ തുടർന്ന് രാജേശ്വരന് എന്നോട് പറഞ്ഞു, ഈ ബുധനാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഇവിടെ അടുത്ത് ഒരു മാസവേല പ്രവർത്തനം, എറണാകുളം തൃശ്ശൂർ ജില്ലകളുള്ള സഭകൾ ചേർന്ന് നടത്തുന്ന ഒരു മാസവേല പ്രവർത്തനമുണ്ട്. അതിൽ സൗരം കടന്നു വന്നാൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും സുവിശേഷം കേൾക്കാനും ഒക്കെ സാവകാശമുണ്ട്. അപ്പോൾ വന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ബുധനാഴ്ച അവിടെ കടന്നുപോയി. 1994 മാർച്ച് മാസം 9-ാം തീയതി ഞാൻ കർത്താവിനെ ആ സുവിശേഷ യോഗത്തിൽ വെച്ച് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അന്ന് വൈകിട്ട് അവിടുത്തെ ആ സുവിശേഷ യോഗത്തില് കൊച്ചിയിലെ ഡാനിയൽ വില്യം സാറാണ് സുവിശേഷം പ്രസംഗിച്ചത്. ആ സുവിശേഷ പ്രസംഗത്തില് ഞാൻ പാപബോധം വരികയും ഞാൻ എത്ര വലിയ പാപിയാണ് എന്നെനിക്ക് ബോധ്യം വരികയും ഞാൻ കരഞ്ഞുകൊണ്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുകയും ഇനി ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്യുവാനായിട്ടിടയായി. തുടർന്ന് ഞാൻ വീട്ടിൽ മടങ്ങി വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ വീട്ടിൽ വലിയ ബഹളമായി. എൻ്റെ പിതാവ് എന്നോട്, നീ വേറെ സഭയിലേക്ക് പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ ജീവിക്കാനായിട്ട് പറ്റുകയില്ല, ഈ വീട് വിട്ട് എവിടെയെങ്കിലും പൊയ്ക്കോണം എന്നൊക്കെ പറയുവാനായിട്ടിടയായി. എങ്കിലും ദൈവം കാര്യങ്ങളുടെ മേൽ ഇടപെട്ടു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എൻ്റെ മാതാവ് എന്നെ വിടാതെ തടഞ്ഞു നിർത്തി. തുടർന്ന് ഞാൻ എൻ്റെ മാതാവിനോട് സുവിശേഷം പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പിതാവിന് തന്നെ ഞാൻ തെറ്റായ വഴിയല്ല, തെറ്റായ കാര്യമല്ല പറയുന്നതെന്ന് ബോധ്യം വരികയും താൻ തുടർന്ന് എന്നെ വീട്ടിലേക്ക് തിരികെ സ്വീകരിപ്പാനായിട്ടിടയായി. എങ്കിലും പിതാവ് ഒരു കണ്ടീഷൻ വെച്ചത്, നീ വേണമെങ്കിൽ ായിട്ടിടയായി. ഈ വീട്ടിൽ ഈ കാര്യം ഇനി വേറെ ആരോടും പറയാനും പാടില്ല എന്ന് കർശനമായിരിക്കുന്ന വ്യവസ്ഥയിൽ എന്നെ വീട്ടിലേക്ക് തിരികെ സ്വീകരിപ്പാനായിട്ട് ഇടയായി. എന്നാൽ ഉണ്ടായ സംഭവം, ഞാൻ സഭയിലേക്ക് പോയി എന്നുള്ള വിവരം 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നാട്ടിലെല്ലാം അറിയുകയും അത് പള്ളിയിൽ അച്ഛൻ അറിഞ്ഞു. അച്ഛൻ പള്ളിയിൽ ഈ കാര്യം അനൗൺസ് ചെയ്തു. ഇത്രയും നാൾ നമ്മുടെ കൂടെ കറിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഷാജി ഇപ്പോഴ് സഭ വിട്ടു പോയിരിക്കുകയാണ്. ഷാജി സഭയെ ഒറ്റിക്കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇടവകയുടെ കീഴിൽ ഇതുവരെ വേറൊരു സഭക്കാരും ഇവിടെ വന്നിട്ടില്ല. ഷാജിയാണ് ഇപ്പോഴ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സഭക്കാരെ നമ്മുടെ ഇടവകയുടെ അതിർത്തിക്കകത്ത് കയറ്റാൻ നമ്മൾ ആരും അനുവദിക്കരുതെന്നൊക്കെ അനൗൺസ് ചെയ്തു. അങ്ങനെ പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ എൻ്റെ വീട്ടിലേക്ക് ഇരച്ചു വരികയും വളരെയധികം പ്രതികൂലങ്ങൾ സൃഷ്ടിക്കാനായിട്ടൊക്കെ ഇടയായി. എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിടുവിച്ചു. തുടർന്ന് ഞാൻ സഭയിലേക്ക് പോയി. എന്നാൽ ആ പ്രശ്നത്തോടെ കത്തോലിക്കർ മുഴുവൻ എൻ്റെ വീട് അടിച്ചു പൊളിക്കാനായിട്ട് വരികയും എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത് എൻ്റെ വീട്ടുകാർക്ക് അത് വലിയൊരു ചലഞ്ചാകുകയും എൻ്റെ പിതാവ് ആ സമയത്ത് ഒരു തീരുമാനമെടുത്തു. നിങ്ങളെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ മകനോട് ഇടപെടുന്നതെങ്കിൽ ഞാനും ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സംഭവത്തോടെ എൻ്റെ പിതാവും മാതാവും കുടുംബവും മൊത്തം സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അതിനെ തുടർന്ന് കർത്താവിന്റെ വേലയോടുള്ളതായിരിക്കുന്ന വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നുവെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ നിമിത്തം ഞാൻ പിതാവിനെ സഹായിക്കുന്ന ജോലിയിൽ തുടർന്നും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഞാൻ സുവിശേഷ വേലയിലെ പ്രവർത്തനങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിക്കുകയും അവിടെ കടന്നുപോയി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുവാനായിട്ടൊക്കെ ആരംഭിച്ചു. ആ സമയത്താണ് എഴുപുന്ന സഭയിലെ സഹോദരങ്ങള് പ്രത്യേകിച്ച് രാജേശ്വരൻ എന്നോട് പറഞ്ഞു, നീ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നുള്ളതായിരിക്കുന്ന ആലോചന എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വീട്ടിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾക്ക് വീട്ടിലെ എൻ്റെ അനിയൻ അവന് ഏതെങ്കിലും ഒരു ജോലിയിൽ ആയിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഫ്രീ ആകും.
അങ്ങനെ അവൻ എന്തെങ്കിലും ഒരു ജോലിയിൽ ദൈവം ആക്കി കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരാം എന്നുള്ള നിലയിൽ പറഞ്ഞു. സഭ പറഞ്ഞു ഞങ്ങൾ ആ കാര്യം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ അനിയന് വേറൊരു ജോലി ലഭിക്കുകയും അതോടുകൂടി ഞാൻ വീട്ടിൽ ഫ്രീ ആകുകയും തുടർന്ന് ഞാൻ പൂർണ്ണമായിട്ട് സഭയുടെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവ് ആകുകയും ചെയ്യുവാനായിട്ടിടയായി. തുടർന്ന് ദാനിയേൽ വില്യംസ് അപ്പച്ചനും രാജേശ്വരനും ഒക്കെ കൂടി പറഞ്ഞു, ഷാജി ഗുജറാത്തിലൊക്കെ ജീവിച്ചതല്ലേ, അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി ബൈബിൾ സ്കൂളിൽ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വേല ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നുള്ള നിലയിൽ പറയുകയും അങ്ങനെ രാജസ്ഥാനിലെ നോർത്ത് ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടില് 95 ബാച്ചില് എന്നെ പഠിക്കാനായിട്ട് സഭ അയക്കുകയും അങ്ങനെ നിബിയില് 95 ബാച്ചില് ഞാൻ ബൈബിൾ സ്കൂളിൽ ചേർന്ന് പഠിക്കാനായിട്ടുള്ള അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ബൈബിൾ സ്കൂളിൽ വരുമ്പോൾ ഒന്നും അറിയാത്ത ഒരാളായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ വന്നതിന് ശേഷം TJ ജോസഫ് അങ്കിള് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ഞാൻ വന്നു കഴിഞ്ഞ് ചില ദിവസങ്ങൾക്കകം തന്നെ ഞാൻ ഒന്നും മനസ്സിലാവുന്നില്ല, തിരികെ പോകാം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. എന്നാൽ അങ്കിള് വ്യക്തിപരമായി എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരിക്കലും പതറരുത്, കർത്താവിന് ഷാജിയെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഭാഷ പഠിക്കാനായിട്ടുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങള് ഹിന്ദി പഠിപ്പിക്കാനായിട്ട് ഒരു അധ്യാപകനെ പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തി. അദ്ദേഹം എന്നെ ഹിന്ദിയുടെ അക്ഷരങ്ങളും ഹിന്ദി വായിക്കാനും എല്ലാം പഠിപ്പിച്ചു. അങ്ങനെ ഹിന്ദി ബൈബിള് ഞാൻ വായിക്കാനായിട്ടും അങ്ങനെ ഭാഷ പഠിക്കാനായിട്ടും ഒക്കെ ശ്രമം ആരംഭിച്ചു. ദൈവത്തിന്റെ കൃപയാല് ഞാൻ ബൈബിൾ സ്കൂളിലായിരുന്ന സമയത്ത് തന്നെ എൻ്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടുവാനും അവരുടെ സ്നാനം ആ സമയത്ത് നടക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. എന്നാൽ 97 എൻ്റെ പിതാവ് അവിചാരിതമായിട്ട് താന് മത്സ്യബന്ധനത്തിന് പോയ സമയത്ത് അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് വരികയും താന് വെള്ളത്തിൽ വീഴുകയും അങ്ങനെ മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ വിവരമറിഞ്ഞ് ബൈബിൾ സ്കൂളിൽ നിന്ന് ഞാൻ മടങ്ങി വരികയും തുടർന്ന് പിതാവിന്റെ മരണത്തില് വീട്ടിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നത് അസാധ്യമാകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുവാനായിട്ടിടയായി. എന്നാൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, സഭയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടില് എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാകണം, പെങ്ങളുടെ വിവാഹം നടക്കണം, അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യക്ക് തന്നെ വേലയ്ക്ക് വേണ്ടി പോകും. അങ്ങനെയാണ് ദൈവം അതും വഴിയൊരുക്കി. പെങ്ങളുടെ വിവാഹം കുന്നുംകുളത്ത്, തൃശ്ശൂർ കുന്നുംകുളത്ത് പഴഞ്ഞിയിലെ സുവിശേഷകനായിരുന്ന PC കൊച്ചുണ്ണി ഇപ്പോൾ ദൈവസന്നിധിയിലാണ് താനായിരിക്കുന്നത്. തൻ്റെ ഇളയ മകനുമായി പെങ്ങളുടെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. പെങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യക്ക് വേലയ്ക്കായിട്ട് വരുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ തുടർന്ന് ഡൽഹിയിലെ ദിൽഷാദ് ഗാർഡൻ സഭയിലെ അവിടെ പ്രവർത്തിച്ചിരുന്ന സാമുവൽ P. അബ്രഹാം അച്ചായന് എന്നെ കുറച്ചുനാൾ തൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ 98 ആരംഭത്തിൽ ഞാൻ അങ്ങോട്ട് കടന്നു പോവുകയും അവിടെ ദിൽഷാദ് ഗാർഡൻ സഭയോട് ചേർന്ന് കുറച്ചു നാളുകൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. എന്നാൽ എൻ്റെ ലക്ഷ്യം ഗുജറാത്തായിരുന്നു. കാരണം ഗുജറാത്തിൽ ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നതുകൊണ്ട് തന്നെ ഗുജറാത്തിന്റെ ഭാഗത്തേക്ക് പ്രവർത്തനത്തിൽ വരണം എന്നുള്ളത് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 98 തന്നെ ദൈവം അതിനുള്ള വഴി ഒരുക്കി. 98 ഒക്ടോബർ മാസം അങ്ങനെ ഡൽഹിയിൽ നിന്ന് സാമുവൽ P. ജോണച്ചായനും ഞാനും അവിടെ സഭ എന്നെ പ്രാർത്ഥിച്ചയച്ചു. അങ്ങനെ ഞങ്ങള് ഗുജറാത്തിലേക്ക് കടന്നു വരികയും ഗുജറാത്തിലെ ഉമ്മർഗാവ്, വൽസാഡ് ജില്ലയിലെ ഉമ്മർഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. 98 ഒക്ടോബർ 18 ഞാൻ ഉമ്മർഗാവിലേക്ക് കടന്നു വരുന്നത്. ഉമ്മർഗാവിൽ ഞാൻ വരുമ്പോൾ ഉമ്മർഗാവിൽ ഒരു ചെറിയ സഭയുണ്ട്. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ സ്വദേശിയായിരിക്കുന്ന P. ബേബി ഇട്ടി എന്ന് പറയുന്ന അച്ചായന് അവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ താൻ അവിടെ കടന്നു വരികയും താൻ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ താൻ സുവിശേഷ പ്രവർത്തനം, ഇപ്പോഴും താൻ അങ്ങനെ തന്നെയാണ്, താൻ വളരെ സുവിശേഷ പ്രവർത്തനത്തിൽ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. താൻ ആ നിലയിൽ പ്രവർത്തിച്ച ഫലമായിട്ട് അവിടെ ഒരു ചെറിയ സഭ അവിടെ ഉണ്ടായിരുന്നു. 8-10 വിശ്വാസികളുള്ള ഒരു ചെറിയൊരു സഭയായിരുന്നു. അവിടെ ഒരു സുവിശേഷകനെ ആവശ്യമുണ്ട് എന്ന് പറയുവാനായിട്ടും ഞാൻ അങ്ങോട്ട് കടന്നു വരുവാനായിട്ടും ഇടയായി. അങ്ങനെ അവിടെ കടന്നു വന്ന് 5 വർഷക്കാലം അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് ആ സമയത്താണ് എൻ്റെ വിവാഹം നടക്കുവാനായിട്ടിടയായി തീർന്നത്. എൻ്റെ വിവാഹം നടക്കുന്നത്, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മുളന്തുരുത്തി സഭാംഗമായിരിക്കുന്ന സുനി ആണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. സുനിയുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. അവര് 2 പെൺമക്കൾ മാത്രമായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് 13 വയസ്സുള്ളപ്പോൾ മാതാവും പിതാവും മരിച്ചതാണ്. തുടർന്ന് അവർ 2 പെൺമക്കളും സഭയുടെ സംരക്ഷണയിലാണ് വളർന്നത്. മൂത്തയാളെ മുളന്തുരുത്തി സഭയിൽ തന്നെ
ഒരു സഹോദരനുമായി വിവാഹം നടക്കുവാനും അവർ കുടുംബമായിട്ട് കുളന്തുരുത്തിയിൽ സന്തോഷമായിട്ടിരിക്കുന്നു. എന്നാൽ സുനി, എന്റെ ഭാര്യയായിരിക്കുന്ന സുനി, താനെ +2 കഴിഞ്ഞ സമയത്ത് മുളന്തുരുത്ത് സഭയിലെ മൂപ്പനായിരിക്കുന്ന PV സക്കറിയ അപ്പച്ചന്റെ മോള് രാജസ്ഥാനിലെ ദൗഷ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂള്, ഇമ്മാനുവൽ മിഷനോട് ചേർന്ന് ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. അവര് എന്റെ ഭാര്യയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടും താൻ അവരോട് കൂടി ചേർന്ന് അവിടെ സ്കൂളിലെ ഓഫീസിലെ ജോലിയും ഒക്കെ ആയിട്ട് താൻ അവിടെ ആയിരിക്കുന്ന സമയത്താണ് എനിക്കൊരു വിവാഹം വേണം എന്നുള്ളതായിരിക്കുന്ന ചിന്ത വരികയും ഞാനത് എന്റെ മാതൃസഭയുമായി ഷെയർ ചെയ്യുകയും രാജു സാറിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. ഹിന്ദി അറിയാവുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു ആലോചന പറഞ്ഞു. അങ്ങനെ എന്റെ അമ്മാവൻ എറണാകുളം തൃപ്പുണിത്തറയില് സുവിശേഷ വേല ചെയ്യുന്ന PT തങ്കച്ചൻ തന്നോട് രാജു സാറിന് ഇക്കാര്യം പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു, എന്റെ പെങ്ങള് മരിച്ചുപോയ എന്റെ മൂത്ത പെങ്ങളുടെ ഒരു മോള് രാജസ്ഥാനില് ഇങ്ങനെ ഇമ്മാനുവൽ എന്റെ സ്കൂളിൽ ആയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ രാജസ്ഥാനിൽ പോയി പെണ്ണ് കാണുകയും തുടർന്ന് ആ വിവാഹം ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹമായിട്ട് 99 ഞങ്ങളുടെ വിവാഹം നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. തുടർന്ന് ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. 2 പെൺമക്കളെ ദൈവം ദാനമായിട്ട് തന്നു. അവര് ദൈവത്തിന്റെ കൃപയാലെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു. അവര് കുടുംബമായിട്ട് ബാംഗ്ലൂരിലായിരിക്കുന്നു. മോന് അവര് മല്ലപ്പള്ളി സ്വദേശികളാണ്. മല്ലപ്പള്ളി ടൗൺ ബ്രദർ അസംബ്ലിയില് കൂടി വരുന്ന പ്രിയ NC ജോയി സോറിന്റെ മോൻ ജിബിനാണ് മൂത്ത മോളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവര് ബാംഗ്ലൂരിലുള്ള സയൻ ബ്രദർ അസംബ്ലി മടിവാളയില് കർത്താവിനെ ആരാധിച്ച് വരുന്നു. ഇളയ മോള് ഞങ്ങളുടെ ഒപ്പമുണ്ട്. അവൾ BCom പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എന്റെ കുടുംബ പശ്ചാത്തലം. ഞങ്ങൾ ദൈവത്തിന്റെ കൃപയാല് ഉമ്മറകാവിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുറ്റുപാടുള്ള ആദിവാസി ഗ്രാമങ്ങളില്, മഹാരാഷ്ട്രയിലെ ആദിവാസി ഗ്രാമങ്ങളില് പ്രവർത്തനത്തിനുള്ള വഴി ദൈവം ഒരുക്കി തന്നു. അങ്ങനെ 2002 ഒരു ആദിവാസി ഗ്രാമമായിരിക്കുന്ന വർവാട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുവാനായിട്ട് ദൈവം വഴിയൊരുക്കി തന്നു. അവിടെ ബൈബിൾ ക്ലാസ് ഞങ്ങൾ ചില നാളുകൾ ബൈബിൾ ക്ലാസ് നടത്തി. അതിനുശേഷം അവിടെ നിന്ന് ചില സഹോദരങ്ങളെ രക്ഷിക്കപ്പെടുവാനായിട്ടും അവര് സ്നാനപ്പെടുവാനായിട്ടും ഇടയായി. അങ്ങനെ അവിടെ ഒരു സഭാ കുടിവരവ് ആരംഭിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ ആദിവാസി ഗ്രാമത്തിലെ വർവാട ഗ്രാമത്തിലെ ഒരു സഭാ കുടിവരവ് 2002 ഡിസംബറിൽ ആരംഭിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. തുടർന്ന് ഞങ്ങള് പ്രവർത്തന 2002 തന്നെയാണ് ഈ ദമനില് ഒരു പ്രവർത്തനം ആരംഭിക്കാനായിട്ടുണ്ട്. ഉമ്മർഗാവിൽ നിന്ന് ഒരു 38 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദമൻ എന്ന് പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശമാണ് ഡാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര നാഗർ ഹവേലി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ കടന്നു വന്ന് ചില പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ദൈവം വഴിയൊരുക്കി. അപ്പോൾ ഇവിടെ താമസിച്ച് പ്രവർത്തിച്ചാൽ നിശ്ചയമായിട്ടും ഫലമുണ്ടാകും എന്ന് ദൈവം ബോധ്യപ്പെടുത്തി. ചില കോണ്ടാക്റ്റുകൾ ലഭിക്കാനൊക്കെ ദൈവം ഇടയാക്കി. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ 2004 കുടുംബമായിട്ട് ദമനിലേക്ക് ഞങ്ങൾ താമസം മാറുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ സമയത്ത് തന്നെ ആദിവാസി ഗ്രാമങ്ങളിലും മറ്റു പല ഗ്രാമങ്ങളിലും ബൈബിൾ ക്ലാസ്സുകളും ആരംഭിക്കാനായിട്ടുള്ള വഴിയും ദൈവം ഒരുക്കി തന്നു. ആദിവാസി ഗ്രാമങ്ങളില് 2003 ബോബിപ്പാട എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തില് ഒരു സഭാ കുടിവരവ് ആരംഭിക്കാനായിട്ട് ദൈവം വഴിയൊരുക്കി. അവിടെയും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സഭാ കുടിവരവ് ആരംഭിക്കുകയും ദൈവകൃപയാൽ ഇപ്പോഴും ആ സഭ 2 സഭയും വളരെ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. 2004 ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ മൂത്ത 2 പേരെയും സ്കൂളിൽ ചേർക്കേണ്ട പ്രായമായി. സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തു. എന്നാൽ ഞങ്ങൾ ഇവിടെ ഡമനിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ പ്രയാസകരമായിരിക്കുന്ന അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ ബോക്സ് ബാധിച്ചവരായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ആ രോഗം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ചിക്കൻ ബോക്സ് ആയിട്ട് കിടപ്പായി മാസങ്ങൾ. അതിനുശേഷം പുതിയൊരു സ്ഥലമാണ്, ആരും പരിചയമില്ല, കൂട്ട് ആരുമില്ല. അങ്ങനെ ഒരു സാഹചര്യം. ഇവിടെ ഞങ്ങള് ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലാണ് ഇവിടെ ജീവിപ്പാനായിട്ടിടയായത്. മാത്രമല്ല ഞങ്ങള് സാമ്പത്തികമായും ആ സമയങ്ങളിൽ വളരെ പ്രയാസകരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാനിടയായി. വാടക ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഉമ്മർകാവിൽ ചെറിയൊരു വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ വാടക കൂടുതലായിരുന്നു. 1-2 മാസം വാടക കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം 2 മാസത്തോളം അടുപ്പിച്ച് വാടക കൊടുക്കാൻ കഴിയാതെ വളരെ ഞെരുക്കം. കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വാടക സ്കൂളിലെ ഫീസ് കൊടുക്കാത്ത നിമിത്തം അവിടെ ഇരുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവർ വിടുവാനായിട്ടിടയായി. അങ്ങനെ വലിയ പരീക്ഷ അനുഭവപ്പെട്ട ദിവസം. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ,
നീ തന്നെയാണോ എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള ചോദ്യം എന്റെ മുമ്പിൽ വരുവാനായിട്ടിടയായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്റെ കുഞ്ഞുങ്ങളെ പഠിക്കാനായിട്ടുള്ളതായിരിക്കുന്ന അഡ്മിഷന് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഞാൻ ഈ വേല ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് ഞാൻ പഠിച്ച മറ്റ് വെൽഡിംഗ് പണിയോ മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടതായിട്ട് വരും. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തില് ഞാൻ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. കർത്താവെ, ഞാൻ പ്രസംഗിക്കുന്ന വചനം അത് ജീവനുള്ള വചനമാണ് എന്ന് ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ അത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് പ്രസംഗിക്കും? അതുകൊണ്ട് ഈ വചനം സത്യമാണ് എന്ന് കർത്താവെ നീ തന്നെ ബോധ്യമാക്കി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. അത്ഭുതകരമായിട്ട് ദൈവം ആ കാര്യങ്ങളിൽ ഇടപെട്ടു. ദൈവം കുഞ്ഞുങ്ങളുടെ ഫീസ് അടക്കാനുള്ള പണം ആ ദിവസങ്ങൾ തന്നെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. അതൊക്കെ വിശദീകരിക്കേണ്ടതാണെങ്കിലും സമയത്തിന്റെ പരിമിതി നിമിത്തം ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഇവിടെ നിലനിർത്തുവാനായിട്ട് ഇടയായി. 2006 ഒരു സഭാ കൂടിവരവ് ആരംഭിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. 10 വിശ്വാസികളാണ്, 10 പേരാണ് പുതുതായിട്ട് സ്നാനപ്പെട്ട് അങ്ങനെ ഇവിടെ ഒരു സഭാ കൂടിവരവ് ആരംഭിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ കൃപയാല് ഇതുവരെയും സഭ വളരെ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഡമനില് ദൈവത്തിന്റെ കൃപയാൽ 14-15ഓളം കുടുംബങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. ഗോപിപ്പാടയില്, പറവാടയില്, അത് കൂടാതെ സാവന എന്ന് പറയുന്ന ഗ്രാമത്തില്, അതുപോലെ ജെറി എന്ന് പറയുന്ന ഗ്രാമത്തില് അവിടെയും സഭകളുണ്ട്. 4 സഭകള് ഉണ്ടാകുവാനായിട്ട് ആരംഭകാലങ്ങളിൽ ഗ്രാമങ്ങളിലെല്ലാം പ്രവർത്തിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. ഇപ്പോഴും ആ ഗ്രാമങ്ങളിലെ മീറ്റിങ്ങുകൾ നടത്തുന്നു. ഗ്രാമത്തിൽ നിന്ന് 2 സഹോദരങ്ങൾ കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിയുവാനായിട്ടിടയായി. അവര് 2 ഗ്രാമങ്ങളിലും 2 സഹോദരന്മാര് അവര് പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിക്കുകയും അവർ 2 പേരും കുടുംബമായിട്ട് കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർപെട്ട് ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചുമല് കൊടുക്കുന്നു. അവരെ ദൈവം അത്ഭുതകരമായിട്ട് ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും 2 മാസം കൂടുമ്പോൾ ഗ്രാമങ്ങളിലെ സഭകളും ഡമനിലെ സഭയും ഒരുമിച്ച് ഞങ്ങൾ ഒരു കോമൺ മീറ്റിംഗ് 1 ഡേ പ്രോഗ്രാം വെക്കും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുകയും വളരെ അനുഗ്രഹമായിട്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അനേക ഗ്രാമങ്ങള് വിളിക്കുന്നുണ്ട്, അനേക ഗ്രാമങ്ങൾ ദൈവം തുറന്നു തരുന്നുണ്ട്. ഗുജറാത്തിന്റെ പല ഗ്രാമങ്ങളിലും ഞങ്ങളെ വിളിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളും 100-120 കിലോമീറ്റർ ഞങ്ങൾ കടന്നുപോയി എപ്പോഴും പോയി മീറ്റിംഗ് നടത്തുവാനായിട്ട് കഴിയാത്ത സാഹചര്യമുണ്ട്. ധരംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഗ്രാമങ്ങളിലെ കടന്നു പോകാനായിട്ട് അവിടെ പോയി പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. അവിടെയും 200-250 ആൾക്കാര് കൂടി വരുന്ന നല്ല കൂട്ടം. അവരെ എപ്പോഴും വിളിയാണ്, എന്നാൽ കടന്നു പോകാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് വചനം പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. അനേക ഗ്രാമങ്ങൾ ഇതുപോലെ വിളിക്കുന്നുണ്ട്, എന്നാൽ അവിടെയൊക്കെ കടന്നു പോകാനായിട്ട് സഹോദരങ്ങളില്ല, വേലക്കാര് അങ്ങനെ ആ നിലയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള വേലക്കാരില്ല. ഇത്രയും ദൂരം കടന്നുപോയി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കടന്നു പോവുക എന്നുള്ളത് അസാധ്യകരമായിട്ട് തീർന്നു. പലപ്പോഴും അതിനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടെ ഈ സമയം ഞാൻ ദൈവജനത്തെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. അനേക ഗ്രാമങ്ങളില് സഹോദരങ്ങൾ വിളിക്കുക. എന്നോട് ഒരു ഗ്രാമത്തിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദർ, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഗ്രാമത്തില് കടന്നു വന്ന് പ്രവർത്തിച്ചാല് ഞാൻ എത്ര സ്ഥലം വേണമെങ്കിലും എഴുതി തരാം, അവിടെ വന്ന് ചർച്ച് സ്ഥാപിക്കുകയോ സ്കൂൾ നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ തരാം എന്നുള്ള നിലയിൽ പറയുവാനായിട്ട്. എന്നാൽ ആ സഹോദരന്റെ ഗ്രാമത്തിലെ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്ന് 250-ലധികം കിലോമീറ്റർ ഉണ്ട്. അത് കടന്നു പോവുക എന്നുള്ളത് അവിടെ അദ്ദേഹം പറയുന്ന അവിടെ വന്ന് താമസിക്കുക എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് കടന്നു പോയാൽ ഇവിടത്തെ പ്രവർത്തനം എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനായിട്ട് ഇടയായത്. ഇങ്ങനെയുള്ള അനേക ഗ്രാമങ്ങളില് കേരളത്തിലെ പോലെ അല്ല ഇപ്പോൾ ഇവിടെയുള്ള സാഹചര്യം. ഇവിടെ അനേക ഗ്രാമങ്ങളില് സുവിശേഷത്തിന് വേണ്ടി ചെറുപ്പക്കാർ, പുതിയ തലമുറ സുവിശേഷത്തിനോട് താല്പര്യമുള്ളവരാ. അവര് ഇന്റർനെറ്റ് വഴി യൂട്യൂബിലൂടെയൊക്കെ സുവിശേഷം കേട്ട് അവര് അതിനോട് താല്പര്യമുള്ളവരായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവരോട് കടന്നുപോയി അറിയിക്കുവാൻ, ആ നിലയിൽ അവരെ വചനത്തിലെ സത്യങ്ങൾ ശരിയായി പഠിപ്പിക്കുവാൻ ഭക്തന്മാരായിരിക്കുന്ന ആളുകളില്ല എന്നുള്ള ഒരു വലിയ പരിമിതിയാണ് ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സാക്ഷ്യത്തിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അനേക കഷ്ടതയിലൂടെ ഈ കഴിഞ്ഞ 10-27 വർഷം കടന്നു പോകാനായിട്ടിടയായി. ഓരോന്നായിട്ട് വിവരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2021 അവിചാരിതമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക്
കൊറോണ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കും കൊറോണ വന്നു, എൻ്റെ ഭാര്യയ്ക്കും വന്നു, എനിക്കും വന്നു. കൊറോണയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയും അവര് അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. 1-2 മാസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വലുതാവുന്നതായിട്ട് തോന്നുകയും തുടർന്ന് ഞങ്ങൾ ഒരു ഓങ്കോളജിസ്റ്റിനെ പോയി കാണുകയും അദ്ദേഹം അത് സ്കാൻ ചെയ്യുവാനായിട്ടൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് മാമോഗ്രാമും സോണോഗ്രാഫിയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറിന്റെ ആരംഭമാണ് എന്ന് സ്ഥിരീകരിക്കാനായിട്ടിടയായി. ഞങ്ങൾ ആകെ തളർന്നു പോയ ഒരു ദിവസങ്ങളായിരുന്നു അത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. എവിടെ പോകും, എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. നാട്ടിൽ നിന്ന് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ നാട്ടിലേക്ക് പോര് എന്ന് പറഞ്ഞ് വിളിയായിരുന്നു. എന്നാൽ നാട്ടിലേക്ക് പോയാൽ ഇവിടുത്തെ സഭയുടെ കാര്യങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, പഠനം, ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഒരാഴ്ചയോളം കർത്താവേ, നീ ഈ കാര്യത്തില് എന്താണ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കാര്യം വെളിപ്പെടുത്തണം എന്നുള്ള നിലയിൽ പ്രാർത്ഥിപ്പാനായിട്ടിടയായി. എന്നാൽ ആ സമയത്ത് ഒരു സഹോദരൻ ഈ വിവരം അറിഞ്ഞ്, ബോംബെയിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അത് ആന്ധ്രാക്കാരനായിരിക്കുന്ന ഒരു സഹോദരനാണ്, എന്നെ അറിയാവുന്ന ഒരു സഹോദരൻ. വിവരം അറിഞ്ഞ് എന്നെ വിളിച്ച് എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ കേട്ടല്ലോ, സഹോദരിക്ക് സുഖമില്ല എന്ന് കേട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ബോംബെയിലെ ഒരു കാര്യം ചെയ്യും ബ്രദർ, അങ്ങനെയാണെങ്കിൽ ബോംബെയിലെ നമ്മുടെ ബദനി ഹോസ്പിറ്റലിൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യും, അവിടെ ആയിരിക്കും നല്ലത്, അവിടെ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബദനി ഹോസ്പിറ്റലില് EJ സ്റ്റീഫൻ അങ്കിളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. താന് എന്നോട് പറഞ്ഞു ഉടനെ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. തുടർന്ന് ദൈവത്തിന്റെ കൃപയാല് അവിടെ ഞങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റിനുള്ള എല്ലാ കാര്യങ്ങളും അങ്കിള് ക്രമീകരിക്കുകയും തന്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയും തുടർന്നുള്ള കീമോ ഉള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുവാനായിട്ടൊക്കെ ഇടയായി. എന്നാൽ വളരെ അത്ഭുതകരമായിട്ട് ദൈവം ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ തനിക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. കഴിഞ്ഞ മാസം ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ ചെക്കപ്പില് എക്സ്റേ, ഇത് സ്കാനിങ്ങും മാമോഗ്രാമും എല്ലാം ചെയ്തു. അതിനുശേഷം റിസൾട്ട് കണ്ട് ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഭയപ്പെടാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം ചെക്കപ്പ് ചെയ്താൽ മതി. ഇനി അടുത്ത വർഷം ഈ സമയത്ത് ഇതേപോലെ തന്നെ സ്കാൻ ചെയ്തിട്ട് വന്നാൽ മതി. അതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നുള്ള നിലയിൽ പറയുവാനായിട്ടിടയായി. അങ്ങനെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ആ കാര്യങ്ങളിലും ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതുവരെയും ഞങ്ങളെ നടത്തിയ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയില് ഞങ്ങൾ നിരന്തരം വഹിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദൈവം ഞങ്ങൾക്ക് ഇതുവരെയും നൽകുവാനായിട്ടും ഞങ്ങളെ അത്ഭുതകരമായിരിക്കുന്ന നിലയിൽ നടത്തുവാനായിട്ടും ദൈവം ഇടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായിരിക്കുന്ന നന്ദിയെ പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് ഞാൻ എൻ്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇനിയും സാക്ഷ്യം നീട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വായിച്ചതായിരിക്കുന്ന വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഇവിടെ എൻ്റെ ഹൃദയത്തില് ഈ ദിവസങ്ങളിൽ വളരെ അധികം സന്തോഷം ഈ വചനം ഈ ദിവസങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി. ഞങ്ങളിവിടെ മീറ്റിങ്ങുകളെല്ലാം ഹിന്ദിയിലാണ് നടക്കുന്നത്. ഹിന്ദി മീറ്റിങ്ങുകളാണ്, എല്ലാ ഹിന്ദിക്കാരാണ് വിശ്വാസികളായിട്ടുള്ളവര്. ഡമൻ സഭയിൽ മാത്രം 4 മലയാളി കുടുംബമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഹിന്ദിക്കാരാണ്. എല്ലാവരും പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നവരാണ്. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങുകളെല്ലാം ഹിന്ദിയിലാണ് നടക്കുന്നത്. ഗ്രാമങ്ങളിലെ മീറ്റിങ്ങുകളും ഹിന്ദിയിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദി ബൈബിളാണ് ഞാൻ അധികവും ഉപയോഗിക്കുന്നത്. അതിൽ വായിക്കുന്നത് ഹിന്ദി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് 15-ാം വാക്യത്തില് അവിടെ എഴുതിയിരിക്കുന്നത് ധ്യാൻ സെ देखो और
അജ്ഞാൻ ഹോക്കർ നഹി ജ്ഞാൻ സെ ചലോ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് നോക്കി നടക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ നിലയിൽ പറയുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പറയാ സൂക്ഷ്മത്തോടെ നടക്കുക, സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവിൻ. അത് കഴിഞ്ഞ് പറയാ ഇത് ദുഷ്കാലമാ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. അവിടെ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. എങ്കിലും ഈ കാലഘട്ടം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് എന്നെ ഈ ദിവസങ്ങളിൽ വളരെ ചിന്തിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്ന് ആ സഭകള് ആത്മീയമായിട്ട് ക്ഷീണിച്ചു പോയി. ഇന്ന് സുവിശേഷ വേലയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവര് ആരും വളരെ വിരളമായി മാറിയിരിക്കുക. പുതുതായിട്ട് വേലയ്ക്ക് ആരും തന്നെ വരുന്നില്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ആരും വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ആ സമയങ്ങളിൽ പല മീറ്റിങ്ങുകളിലും പല ക്യാമ്പുകളിലും ഒക്കെ പോകുമ്പോൾ സുവിശേഷ വേലയെക്കുറിച്ചുള്ള വലിയ ആ സന്ദേശങ്ങള് കേൾപ്പാനായിട്ടും അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊള്ളുവാനുമായിട്ടും ഒക്കെ ഇടയായി തീർന്നു. ഞാൻ ഒരിക്കല് നാട്ടിലെ ഉള്ളതായിരിക്കുന്ന ഒരു മാസവേലയോട് ബന്ധപ്പെട്ട ഒരു മാസയോഗത്തില് സംബന്ധിച്ചപ്പോൾ അവിടെ അണ്ടമാൻ നിക്കോബാർ ദ്വീപിൽ പ്രവർത്തിക്കുന്ന MK സണ്ണി ചായന് അവിടെ കടന്നു വരുവാനായിട്ടും ആ മീറ്റിങ്ങിൽ താൻ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി. ആ സാക്ഷ്യമാണ് കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് എന്റെ ഹൃദയത്തിൽ അതിയായ ഭാരം നൽകിയത്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്കും ഇതുപോലെ നിന്റെ വേല ചെയ്യണം. കർത്താവെ, സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ഇതുപോലെ നിന്നെ കുറിച്ച് അറിയാത്ത ആദിവാസി ഗ്രാമങ്ങളില്, ഇതുപോലെയുള്ള കുഗ്രാമങ്ങളില് ഒരു കർത്താവെ നിന്നെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഏതെങ്കിലും അന്യദേശത്ത് നിന്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് നീ എന്നെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, എനിക്ക് വേണ്ടത്ര അത്രമാത്രം വലിയ വിദ്യാഭ്യാസമോ മറ്റു യോഗ്യതകളോ ഇല്ല, എന്നാൽ നിനക്ക് എന്നെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ കർത്താവെ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ടിടയായി. എന്നാൽ പിന്നീട് ദൈവം എന്നെ ആ നിലയിൽ എനിക്കായി വഴികൾ തുറന്നു. ദൈവം എന്നെ ആ നിലയിൽ ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു കഴിവും പ്രശംസിപ്പാനായിട്ട് ഒരു കഴിവുമില്ലാത്ത എന്നെ ദൈവം ആ നിലയിൽ ഇവിടെ കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാല് ഈ കഴിഞ്ഞ വർഷങ്ങളില് ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അനേകർ കർത്താവിനെ സ്വീകരിപ്പാനായിട്ടിടയായി. അവരൊക്കെ ഓരോരുത്തർ വിശ്വാസത്തിൽ വന്ന് അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, അവരെയൊക്കെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്ന വിധങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും കണ്ണ് നിറയുകയാണ്. പലപ്പോഴും ആ ഹൃദയത്തിൽ കർത്താവെ ഇതിന് മാത്രം എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് കർത്താവിനോട് ചോദിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അവര് ഒരു ആദിവാസി ഗ്രാമങ്ങളില്, അവിടെ ഗ്രാമങ്ങളിലുള്ള പ്രിയപ്പെട്ടവര്, അവരെ വിദ്യാഭ്യാസമില്ല, അറിവില്ല, അവരെ മദ്യപിച്ച് വഴിയിലും റോട്ടിലും ഒക്കെ കിടക്കുന്ന പരിസ്ഥിതിയിലായിരുന്നു. എന്നാൽ അവരെയൊക്കെ കർത്താവിലേക്ക് വന്നപ്പോൾ അവരെ ഓരോ കാര്യങ്ങളിലും അവരെ ഉപദേശിച്ച് വഴി നടത്തുവാനായിട്ടൊക്കെ കർത്താവ് വേണ്ട കൃപ നൽകുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയുള്ള പല അനുഭവങ്ങളും പങ്കുവെക്കാനുണ്ടായെങ്കിലും സമയത്തിന്റെ പരിമിതി മൂലമാണ് ഞാൻ അതിലേക്കൊന്നും പോകാതിരുന്നത്. ഇവിടെ പറയുകയാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവേ. പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടം അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് എത്ര നാൾ ഇനി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ഇനി എത്ര നാൾ കിട്ടും എന്നറിഞ്ഞുകൂടാ. ഓരോ ഗ്രാമങ്ങളിൽ നിന്നും കർത്താവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര് അവർ വിളിക്കുക, ഞങ്ങളുടെ അടുക്കൽ ഒന്ന് വരൂ, ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കൂ, ഞങ്ങളോടൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അനേകരാണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൂഗിളില് ഒക്കെ നോക്കി അനേകരെ എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്, അനേകർ വിളിക്കുന്നുണ്ട്. കഴിയുന്ന പല സ്ഥലത്തും ഞങ്ങൾ പോകാറുണ്ട്. എന്നാൽ പലപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല. കാരണം ഞാൻ കർത്താവിന്റെ വേല ചെയ്തു, 2 വീലറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബോംബെയിൽ നിന്നൊരു സഹോദരൻ ഇവിടെ യാദൃശ്യമായിട്ട് കടന്നു വരികയും അദ്ദേഹത്തിന് ഗ്രാമങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായിട്ട് ഗ്രാമങ്ങളിൽ പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും ദൂരം 2 വീലറിലാണ് ഞാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി. മഴക്കാലമായിരുന്നു അതും. താന് തിരിച്ച് ബോംബെയിൽ ചെന്നതിന് ശേഷം താൻ എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദരന് ഒരു 4 വീലറിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് താൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു കാറ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് താൻ തരുവാനായിട്ടിടയായി തീർന്നു. അതുപയോഗിച്ചാണ് കർത്താവിന്റെ വേലയുമായിട്ട് ഈ ഗ്രാമങ്ങളിലൊക്കെ പോകാനായിട്ടൊക്കെ ദൈവം ഇടയാക്കി തീർത്തത്. ഇതുവരെയും ദൈവം അങ്ങനെ അതിലൂടെയാണ് ദൈവം വഴി നടത്തുവാനായിട്ടിട. ഈ നാളുകളില് പല പ്രാവശ്യം ആ വണ്ടി പല പ്രാവശ്യം വഴിയിലാകാനൊക്കെ ഇടയായി. എങ്കിലും ദൈവം ഇപ്പോഴും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, അനേക സ്ഥലങ്ങള് ഇപ്പോഴും വിളിക്കുക. ഇനിയും പോകാനായിട്ട് അനേക സ്ഥലങ്ങളുണ്ട്. എന്നെ കേൾക്കുന്നവര് ഈ കാര്യം ഭാരത്തോടെ ഓർക്കുകയും ഈ ഗ്രാമങ്ങളിലെ പ്രാർത്ഥനയിൽ ഓർക്കുകയും
അവിടെ നിന്ന് അനേകർ ലോക്കലായിരിക്കുന്ന അനേകരെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് എഴുന്നേറ്റ് വരുവാനായിട്ട് പ്രാർത്ഥിക്കണം. നാട്ടിൽ നിന്ന് വരണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇവിടെ അനേക ചെറുപ്പക്കാരുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പൊ രണ്ടുപേര് വേലയ്ക്ക് വേർതിരിഞ്ഞു. അവര് തന്നെ വളരെ പരിതാപാവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നത്. അവര് ആ വേലയ്ക്ക് വേർതിരിഞ്ഞുവെങ്കിലും അവർക്ക് മറ്റൊരു സപ്പോർട്ടും അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഡമൻ സഭയിൽ നിന്നും ഗ്രാമങ്ങളിലെ സഭകളിൽ നിന്ന് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹെൽപ്പിലൂടെയാണ് അവർ മുന്നോട്ട് വന്നത്. പലപ്പോഴും അത് അവരുടെ ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റ് ജോലിക്ക് കൂടി അവർ പോകുവാനായിട്ടൊക്കെ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ആരെങ്കിലും വേലയ്ക്ക് വരുവാനായിട്ട് ചെറുപ്പക്കാർ മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ വിഷയം ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ അറിയിക്കുക. ദൈവമക്കൾ ഈ വിഷയം പ്രാർത്ഥനയിൽ ഓർക്കുക. ചെറുപ്പക്കാർക്ക് പലർക്കും ആഗ്രഹമുണ്ട്. അവരെ ദൈവം വിളിച്ച് വേലയ്ക്കായിട്ട് വേർതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് വിശേഷാൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. എന്റെ സമയം അവസാനിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇവിടെ പറയുക, ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ, ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുക. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം ആ അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനായിട്ട് ഓരോ ദൈവമക്കളും ആ കാര്യത്തിൽ ഭാരമുള്ളവരായി, കാഴ്ചപ്പാടുള്ളവരായി, സമർപ്പണമുള്ളവരായി, അതിനുവേണ്ടി മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പൂർണ്ണ സമർപ്പണമുള്ളവരായി വേർപെടുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വലിയ ആഗ്രഹം. നാം മറ്റെല്ലാറ്റിനേക്കാൾ അധികമായിട്ട് നമ്മൾ കഴിയുന്ന സമയം, അല്പസമയമെങ്കിലും അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുവാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. അനേക സമയങ്ങളിൽ ദൈവം എന്നെ നടത്തി. പലപ്പോഴും ചോദ്യമുണ്ടായി, കർത്താവേ ഇനി എന്ത് ചെയ്യും? എന്നാൽ അപ്പോഴൊക്കെ ദൈവം തന്റെ ബലമുള്ള കരത്താൽ ഞങ്ങളെ താങ്ങുകയും ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തുകയും ചെയ്തു. പലപ്പോഴും തകർന്നുപോയി എന്ന് ചിന്തിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കർത്താവ് ഞങ്ങളെ താങ്ങുവാനായിട്ടിടയായി. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ ഓർത്തു. അതിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുക. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഗ്രാമങ്ങളിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞു വന്ന ദൈവ മക്കളെ, ആ രണ്ട് സുവിശേഷകന്മാരെ വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന കാൽവറി നാഥത്തോടും അതിന്റെ സംഘാടകരോടും വിശേഷാൽ പ്രിയ സന്തോഷ് ബ്രദറിനോടും ഉള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രതിസന്ധിയിലൂടെ, എന്നാൽ വളരെ ദൈവകൃപയിലൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസന്റെ അനുഭവങ്ങളാണ് നാം കേട്ടത്. എല്ലാം വിശദീകരിച്ച് അദ്ദേഹം സംസാരിച്ചില്ല. എന്നാൽ നമുക്കറിയാം, ഇത്രമാത്രം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രം വേദനയും ദുഃഖവും ആ ഹൃദയത്തിൽ, ആ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ വലിയവനായി ദൈവം പ്രിയദാസന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂടെ നിന്ന് അവരെ ധൈര്യപ്പെടുത്തി, ശക്തിപ്പെടുത്തി വീണ്ടും മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തീർച്ചയായിട്ടും പ്രിയദാസിനെയും തന്റെ കുടുംബത്തെയും നാം പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. ദമനിലുള്ള അസംബ്ലി ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അനേക ഗ്രാമങ്ങളിലേക്ക് ഇനിയും ദൈവദാസന്മാരെ അവിടെ ആവശ്യമുണ്ട്. അനേക യുവജനങ്ങൾ സുവിശേഷത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരെ വചനം പഠിപ്പിക്കുവാൻ, അവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുവാൻ ദൈവദാസന്മാരെ ആവശ്യമാണ്. 200ഉം 250ഉം അല്ല അതിനപ്പുറവും കിലോമീറ്റർ അപ്പുറം പോയി താമസിക്കുവാൻ, അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെയുള്ള ആളുകൾ ഒരുക്കി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, പോകാതിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കുറ്റമായിട്ട് തന്നെ കണക്കാക്കണം. നമ്മുടെ കടപ്പാടാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഭവനത്തിൽ എല്ലാം ആസ്വദിച്ച് സുഖമായിരുന്ന ജീവിതം തള്ളിവിടുവാനുള്ളതല്ല. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകണം ദൈവം അത് ആഗ്രഹിക്കുന്നു. ഉപദ്രവങ്ങളാണെങ്കിൽ അതും നേരിടുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. അവിടെ ഭയപ്പെട്ട് ഓടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, സുവിശേഷം അറിയിക്കണം. ഇനി ആ ഗ്രാമങ്ങളിൽ അനേകര് കർത്താവിനെ അറിയട്ടെ. വീണ്ടും അവിടെ സഭകൾ ഉണ്ടായി വരട്ടെ. അനേക യുവാക്കന്മാർ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടട്ടെ. അവര് ദൈവവചനം പഠിച്ച് തിരിച്ചവരുടെ ഗ്രാമത്തിൽ ചെന്ന് അവർ കർത്താവിന്റെ വേല ചെയ്യട്ടെ.
അതിന് കർത്താവിന്റെ ദാസനും തന്റെ ടീമും കുടുംബമായി സഭയായി ചെയ്യുന്ന ഈ ശുശ്രൂഷകളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം കടന്നു വന്ന് വളരെ അനുഗ്രഹീതമായ അവിടെയുള്ള ആ സാക്ഷ്യവും അനുഭവ സാക്ഷ്യങ്ങളും മിഷൻ ഫീൽഡിലെ അനുഭവങ്ങളും ദൈവവചനവും അറിയിച്ച കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് AC ഷാജി അവറുകളോടുള്ള അകമഴിഞ്ഞ നന്ദി ദൈവനാമത്തിൽ മിനിസ്റ്ററുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിച്ച പ്രിയ മകളോടുള്ള നന്ദിയും ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. നാം എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയദാസനെ ഇന്ന് മാത്രമല്ല ഇനിയുള്ള നാളുകളിലും നിങ്ങൾ വിളിക്കുകയും അവിടെയുള്ള വിശേഷങ്ങൾ അന്വേഷിക്കുകയും കഴിയുന്നിടത്തോളം അവിടെ ചെന്ന് കൂടെ പ്രവർത്തിച്ച് അവർക്കൊരു അനുഗ്രഹമാകുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഏതു വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നതിന് നാം ഉത്സുകരായിരിക്കണം. അതിന് യാതൊരു മടിയും ഉണ്ടാകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ചെലവാക്കുന്ന ഓരോ സമയത്തിനും 10 മടങ്ങായ അനുഗ്രഹം ദൈവം തരും എന്നുള്ളതിന് യാതൊരു സംശയവും. ഇന്ന് രാത്രി നാം എല്ലാം ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ ദാസനെയും അവരുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നാം എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായി എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയ പുത്രനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ കൃപയ്ക്കും കരുണകൾക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നു. എങ്കിലും ദൈവമക്കളെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ദൂരത്തും ചാരത്തും ഇരുന്നു കൊണ്ട് അന്യോന്യം ബന്ധപ്പെടുവാനും അറിയുവാനും തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സഹായങ്ങൾക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ കാൽവറി നാദം പാടി സ്തുതിക്കാമെന്നുള്ള ഈ പ്രോഗ്രാമിലൂടെ അനേക ദൈവമക്കൾക്ക് തങ്ങളുടെ സാക്ഷ്യങ്ങളെ പറയുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ അവസരങ്ങളെ ഒരുക്കി കൊടുത്തതോർത്തു സ്തോത്രം. ഈ 150-ാമത്തെ എപ്പിസോഡിൽ കർത്താവേ, നിന്റെ ദാസന്റെ വിലയേറിയ സാക്ഷ്യത്തെക്കുറിച്ച് കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർത്തതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയ AC ഷാജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ പല തുറകളിലൂടെ പല ഘട്ടങ്ങളിലൂടെ വിവിധ പ്രയാസങ്ങളിലൂടെ കർത്താവെ നീ അവനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുവന്നു. ഏതെല്ലാം വഴികളിലൂടെയാണ് നടത്തിയത് എന്നുള്ളത് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. പല പ്രയാസങ്ങൾ, ദാരിദ്ര്യം, ദുഃഖം, വിഷമതകൾ ഒക്കെ തൻ്റെ ജീവിതത്തിൽ പടിപടിയായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ കടത്തി നീ കൊണ്ടുപോയി ഒടുക്കം നിന്റെ വയലിൽ നിന്റെ ദാസനായിട്ട് നീ ഒരുക്കിയിരിക്കുന്ന ഈ സന്ദർഭത്തെ, ഈ സാഹചര്യത്തെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ചില നാളുകളായി തൻ്റെ കുടുംബമായിട്ട് ആ സ്ഥലത്ത് ഇപ്പോൾ ആയിരിക്കുന്ന ആ ഡമനിൽ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നു. അതോർത്ത് തിരുനാമത്തിന്റെ സ്തോത്രം. 2006 ആരംഭിച്ച അവിടുത്തെ സഭ അതിനോട് ചേർന്ന് ആ സ്ഥലത്ത് പ്രവർത്തിച്ചു വരുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് അവരെ അവിടെ അയക്കിയിരിക്കുന്നു. അവിടെ അവർക്ക് വളരെ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സഹോദരിക്ക് നേരിട്ട ആ രോഗത്തിൽ നിന്നുള്ള അത്ഭുതകരമായ വിടുതലും കർത്താവ് നൽകി. അതോർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. പല ആവശ്യങ്ങളും അവർക്കുണ്ട്. കർത്താവ് അതൊക്കെയും നടത്തി കൊടുക്കുന്നു. അത്ഭുതകരമായിട്ട് അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുന്നു. എന്നാൽ അതിലധികമായിട്ടും കർത്താവെ, വരുന്ന നാളുകളിൽ അവിടുന്ന് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ ആവശ്യങ്ങൾക്ക് അവർക്കുണ്ട്. ആവശ്യങ്ങളെയൊക്കെ അവിടെ നിവർത്തിച്ചു കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായും സാമ്പത്തികമായും ഉള്ള ആവശ്യങ്ങളെ അവിടുന്ന് നിവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് അവരെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള സ്ഥലം സഭയെ ഓർക്കുന്നു. അതും കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ. ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലുവാനും പലരും കർത്താവിലേക്ക് തിരിയുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പല ഗ്രാമങ്ങളിലും പ്രവർത്തിപ്പാൻ ആളില്ല എന്നുള്ള സാക്ഷ്യമാണ് കേട്ടത്. കർത്താവെ ചിലരെ എഴുന്നേൽപ്പിക്കണമേ, അവിടേക്ക് പോകുവാൻ തക്കവണ്ണം അവർക്ക് ബലം നൽകണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ പലതുണ്ട്. ആ ആവശ്യങ്ങളിലൊക്കെ അവരെ സഹായിപ്പാൻ തക്കവണ്ണം സഹോദരന്മാരെ ഉണർത്തുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രയാസഘട്ടങ്ങളിലൊക്കെ കർത്താവ് കൂടെ ഇരുന്നു നടത്തിയ കരുണയെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ അവിടുന്ന് വരുന്ന നാളുകളിലും ആവശ്യമായ എല്ലാ കൃപകളും നൽകി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിന് നല്ല ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം അച്ഛാമോളെ സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിന്റെ നിന്റെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരായ സന്തോഷ് മാത്യുവിനും മാമൻ കുര്യച്ചനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്കൊക്കെയും ആവശ്യമായ കൃപ നൽകി വരുന്ന നാളുകളിൽ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ തടസ്സങ്ങളെയൊക്കെ നീക്കി എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുവാനും സുവിശേഷം അറിയിപ്പാനും നിന്റെ ദാസന് തുടർന്നോടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താന് വചനത്തിൽ നിന്നും സംസാരിപ്പാനുള്ള കൃപ നൽകി അതോർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജ്ഞാനികളായി സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധ്യാൻസെ ചലനയ്ക്കേലി ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവകൃപയും വരുന്ന നാളുകളിൽ നൽകി ദൈവേഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് നിവർത്തിപ്പാൻ തക്കവണ്ണം വരുന്ന നാളുകൾ കൂടുതൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ കൃപ ധാരാളമായി നൽകി നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഈ സാക്ഷ്യം കേട്ടിരിക്കുന്ന അനേകർക്കും കർത്താവെ അത് അവരുടെ ആത്മീക പ്രചോദനത്തിന്, അനുഗ്രഹത്തിന്, പ്രവർത്തനങ്ങൾക്ക് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അതിന് ഈ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. തുടർന്നും ഇത് അനേകരും കേൾക്കുവാനും കർത്താവെ ഇതിനായിട്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ അവരെ താഴ്ത്തുവാനും പ്രവർത്തിപ്പാനുള്ള സന്മനസ്സും നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ നന്മയ്ക്കും കൃപയ്ക്കും ഉപകാരങ്ങൾക്കുമായിട്ട് സ്തോത്രം. എത്രത്തോളം സഹായിച്ചത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് വേഗം വരുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രഥമാനവും മഹത്വത്തെ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായും നാം എല്ലാവരോടും കൂടി, പ്രത്യേകിച്ച് ബ്രദർ ഷാജിയും കുടുംബത്തോടും കൂടി ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.